Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. ഓൺലൈനിൽ ടീഷർട്ട്സ് ഡിസൈൻ ചെയ്തുകൊണ്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ജോബാണ്. പേയ്മെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ Paytm അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിലാണ്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ ഈ വീഡിയോയിൽ ഇത് എങ്ങനെ ചെയ്യാം, ഡിസൈൻസ് എങ്ങനെ ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം, ഇതിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ല, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മുന്നേ മണി മേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ മണി മേക്കിംഗ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും കമ്പൈൻ ചെയ്തൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടുപോയിക്കോളൂ. സോ ഈ ഓൺലൈനിൽ ടീഷർട്ട്സ് ഡിസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കണ്ടു നോക്കാം. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ ഓൺലൈനിൽ നമ്മൾ ടീഷർട്ട്സ് ഡിസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടൊരു മെത്തേഡിന് കാണിക്കാൻ പോകുന്നത്. സോ ഇതിന് ചിലപ്പോൾ നല്ല ഡിസൈനിങ്സ് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ ഡിസൈൻസ് അറിയാറില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. സോ അവർക്കെല്ലാം ഈ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് എങ്ങനെ ചെയ്യാം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ഇവരുടെ പേയ്മെന്റ് മെത്തേഡ് എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മിനിമം 500 രൂപ നിങ്ങൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ മിനിമം പേ ഔട്ട് 500 രൂപയാണ്. Paytm അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ അറിയാത്ത ആൾക്കാർ, അതായത് ഇങ്ങനത്തെ ടീഷർട്ട്സ് ഡിസൈൻ ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങൾക്ക് അതിന് യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഞാൻ കാണിക്കാം എങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടാൻ എങ്ങനെയും കാണിക്കാം. അതേപോലെ നിങ്ങളുടെ റവന്യൂ കൂട്ടാനുള്ള കുറച്ച് ട്രിക്സും ഞാൻ കാണിക്കാം. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ പോകേണ്ടത് tshopper.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. സോ ഇത് ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്. ലാസ്റ്റ് 3-4 years ആയിട്ട് ഇന്റർനെറ്റിലുള്ള നല്ല ടോപ്പ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഈ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. സോ ഈ വെബ്സൈറ്റിന് ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഒന്നും ചിലവാക്കുക ഒന്നും ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് വെറും പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക, അതായത് ടീഷർട്ട് ഡിസൈൻ ചെയ്യുക, അത് മാത്രം നിങ്ങൾ ചെയ്യുന്നുള്ളൂ. സോ ഞാൻ കാണിക്കാം എങ്ങനെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആ ടൂൾസ് എല്ലാം ഞാൻ കാണിക്കാം, ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കാണിക്കാം. ഫസ്റ്റ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങുന്നു, ആ പ്രൊഡക്റ്റ് ഈ കമ്പനി ഫ്രീ ആയിട്ട് ആ പ്രൊഡക്റ്റ് അവർക്ക് ഡെലിവർ ചെയ്യുന്നു. അവർ പേ ചെയ്യുന്ന ആ എമൗണ്ട്, അതായത് ഡെലിവറി ചാർജ് ഒന്നുമില്ലാതെ പ്രൊഡക്റ്റ് ഫ്രീ ഡെലിവറി ചെയ്യുന്നു. അവർ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ്, അതായത് നമ്മളാണ് ഫിക്സ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എത്രയാണെന്ന് അത് ഞാൻ കാണിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു. സോ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ റൈറ്റ് സൈഡിൽ മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ വൺസ് നിങ്ങൾ മൈ അക്കൗണ്ട് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈനപ്പ് പേജിലോട്ട് പോകും. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ ജസ്റ്റ് യൂസർ നെയിം, സൈനപ്പ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് കൂടെ സൈനപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ വൺസ് അതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരും, അതിന് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. സോ നമ്മൾ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ടീഷർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, സോ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ഡിസൈനിങ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഒരു ടീഷർട്ട് ഇവിടെ വന്നില്ല, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കളർ റെഡ് ആക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ടീഷർട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഈ ടീഷർട്ടിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ജസ്റ്റ് ഞാനൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്തു. സോ എനിക്ക് അനോണിമസ് ടീം വളരെ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ അനോണിമസിൻ്റെ ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നല്ല ഒരു ഇതിലാക്കിയിട്ട്, സോ എനിക്ക് അത്ര ഡിസൈനിങ് ഐഡിയാസ് ഒന്നുമില്ല. സോ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ. സോ ഇങ്ങനെ ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവിടെ കളറ് മാറ്റി നോക്കാം, ഓരോ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് ഫ്രണ്ട് ആയില്ല, ഇനി നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് ജസ്റ്റ് നമുക്കിവിടെ ഈ ഫ്രണ്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇമേജ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾ ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് കൊടുത്തു. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇടുന്നു. സോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇതിന് ഹൈറ്റൊക്കെ ഫ്രെയിമൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇടാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ. ഞാനത് ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോകുന്നില്ല. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ സെൽ ദിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഈ സെൽ ദിസ് എന്ന ഓപ്ഷനിൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. സോ
ഇവിടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി, അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളിവിടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിനൊരു പേരിടാണ്. ഞാൻ ജസ്റ്റ് ഇടുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഇത് നല്ലൊരു മെത്തേഡല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബസ് എന്നിട്ട് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണതെല്ലാം. എന്നിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇതാണ് ബേസ് പ്രൈസ്, അത് 549 രൂപയ്ക്ക് ഈ കമ്പനി ആ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഡെലിവർ ചെയ്തോളും. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ലാഭവും ചേർത്ത് നമ്മളിവിടെ ഒരു കാശ് ചെല്ലണം. ഇതിന് 700 രൂപയാണ് മാർക്കപ്പ് പ്രൈസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭം ഇവിടെ 151 രൂപ. അതായത് ഒരു നിങ്ങൾ ഡിസൈൻ ചെയ്ത ഈ ടീഷർട്ട് ഒരാൾ വാങ്ങിയാൽ നിങ്ങൾക്ക് 151 രൂപ ഇതിന് ലാഭം കിട്ടും. ഓക്കെ, സോ അങ്ങനെ 5 പേര് വാങ്ങിയാൽ നിങ്ങൾക്ക് 500 രൂപേൻ്റെ മേലെ കിട്ടും. അതായത് ഒരു ഏകദേശം 700 രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും, ലാഭം കിട്ടും. അപ്പോൾ നിങ്ങൾ മിനിമം ത്രഷോൾഡിൽ മീറ്റ് ചെയ്തു. അതായത് 500 രൂപയുടെ മിനിമം എമൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങളുടെ Paytm അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ എന്നിട്ട് നിങ്ങളിവിടെ സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ ടാഗ്സ് ആക്ച്വലി ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ ഈ പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ സേവ് ചേഞ്ച് കൊടുത്താൽ ഈ പ്രൊഡക്റ്റ് പബ്ലിഷ് ആവും. എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ചൊരു റവന്യൂ കൂട്ടണം. അതിന് മുന്നേ ഞാൻ റവന്യൂ കൂട്ടുന്നതിന് കുറച്ച് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടാം. ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല ഇങ്ങനത്തെ ടീഷർട്ട് ചെയ്യണമെന്നെങ്കിൽ, കാരണം നമ്മൾ എപ്പോഴും മോസ്റ്റ്ലി ട്രെൻഡി ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്കതിൽ ഏർണിങ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണല്ലോ. അപ്പോൾ നിങ്ങളിത് ഇങ്ങനത്തെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ടോ, ഞാനിപ്പോൾ സ്പ്രെഡ് ഷർട്ട് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ പോവാണ്. സോ ആ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് കുറേ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് മില്യൺസ് ഓഫ് ഐഡിയാസ് ഇവിടെ നിന്ന് കിട്ടും, അതിന് ഡിഫറെൻറ്റ് ആയിട്ട്. സോ ഇതിലൊക്കെ ഇംഗ്ലീഷിലാണ്. ഇപ്പം നമ്മളിത് ഇംഗ്ലീഷിലാവണമെന്നില്ല, നമ്മൾ നേരെ മലയാളത്തിലാകാൻ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് മാത്രം നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ഡിസൈൻ, ഇപ്പോൾ ഇതിലൊക്കെ ഇതേപോലത്തെ പിക്ചേഴ്സും തിങ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ നോക്കൂ, ഈറ്റ് സ്ലീപ്പ് റീഡ് റിപ്പീറ്റ്, ഇങ്ങനത്തെ ഒരു ഇമേജ് ഉള്ള ഒരു ടീഷർട്ട്, ഇത് നമുക്ക് നമ്മുടെ മലയാളത്തിലാക്കിയിട്ട് കുറച്ച് ഹാസ്യവും അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടീഷർട്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ പല വെബ്സൈറ്റ്സിൽ പോയാൽ നിങ്ങൾക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യേണ്ടത് ഐഡിയ കിട്ടും. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ഡിസൈൻ ചെയ്യണത് നിങ്ങൾ വേറെ എവിടെ നിന്ന് എടുത്ത് നിങ്ങളുടെ ഐഡിയയും വേറൊരു ഐഡിയയും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ ആയി ചിലപ്പോൾ വളരെ ഫേമസ് ആയിട്ട് കേരളത്തിൽ അടുത്ത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകണം. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കാണ് കൂടുതൽ റവന്യൂ കിട്ടാൻ പോകുന്നത്. നിങ്ങൾ കൂടുതൽ റവന്യൂ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. സോ ഇതൊരു ഐഡിയ. പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഡിസൈൻ ചെയ്യണം, നിങ്ങൾക്ക് ഐഡിയ കിട്ടി ടൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ പറയാം, അതായത് നിങ്ങൾക്ക് എങ്ങനെ അത് ഇൻക്രീസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അറിയണ പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യണ പോലെ നിങ്ങളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാം. സോ ആ പ്രൊഡക്ട്സ് ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഫേസ്ബുക്കിൽ പ്രൊഡക്ട്സ് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ട് തിങ്സ് വാങ്ങാൻ പറ്റുന്നതിൽ അവർ സെർച്ച് ചെയ്യുന്നു. അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണുന്നു, ഇഷ്ടപ്പെട്ട് അവരത് വാങ്ങുന്നു. സോ അതൊന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒരു സ്റ്റോർ, ഇ-കൊമേഴ്സ് സ്റ്റോർ ഇപ്പോൾ വാട്സാപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വാട്സാപ്പിൽ. സോ അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം. നിങ്ങളിങ്ങനെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസിൻ്റെ ഈ ഇമേജ്, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഈ ഇമേജ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിസൈൻ ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് നല്ല ഹൈ ക്ലാരിറ്റി ഇമേജസ് ആയിരിക്കും. അത് നിങ്ങൾ ഡിഫറെൻറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക. സോ ആൾക്കാർ ആ ടീഷർട്ട്സ് ഇഷ്ടപ്പെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇന്റർനെറ്റിൽ നിന്ന് എടുക്കുന്നു, അതിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു. സോ ഞാൻ പിന്നെ വേറെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ അനോണിമസിൻ്റെ ഇമേജ് ആഡ് ചെയ്തു. സോ അതേപോലെ ഇലൂമിനാറ്റി ഉണ്ട്. അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ട് വളരെയധികം ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ വേർഡിങ്സ്, ടോപ്പിക്സ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടീഷർട്ടിൽ ആഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെയാണ് കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട് ഇഷ്ടമുള്ളത്. സോ അങ്ങനത്തെ നിങ്ങൾ ആഡ് ചെയ്യാൻ അത് കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് നല്ലൊരു വെബ്സൈറ്റാണ്. ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസ് വൈഫ്സിനൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്യാൻ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ ചെയ്യുന്നു, നിങ്ങളുടെ മാർജിൻ പ്രോഫിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. സോ ഇത് ട്രൈ ചെയ്ത് നോക്കും. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.